എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എക്സാമിന്റെ സിലബസിനെ കുറിച്ചിട്ടാണ്. സോ PSC ഒഫീഷ്യലി ഈ ഒരു എക്സാമിന് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ ഈ ഒരു എക്സാം നടന്നത് 2014 കാറ്റഗറി നമ്പർ 155/2014. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു സിലബസ് പറയുന്നത്. നമുക്ക് സിലബസിലേക്ക് പോവാം. സോ ഈ ഒരു സിലബസ് ബേസിക്കലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 1ൽ ഫസ്റ്റ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നമുക്ക് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. സോ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നത്. നമുക്ക് ഇതിന് പഠിക്കാൻ പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ടെക്നിക്കൽ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസർ ഗീത വേണുഗോപാലിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. അല്ലാതെ +1 +2 SCERT ടെക്സ്റ്റ് ബുക്കും പഠിക്കാൻ നല്ലതാണ്. മൊഡ്യൂൾ 1Bയിൽ പറയുന്നത് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, ലെവലിംഗ്, ഈ സർവേയിങ് ലെവലിംഗിൽ നിന്ന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഏരിയയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും പഠിക്കാനുണ്ട്. ഇതിന് പറ്റിയൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ശാന്ത മിനു ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. ഏകദേശം ഈ ഒരു എല്ലാ ഏരിയയും കവർ ചെയ്ത് വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. മൊഡ്യൂൾ 1C ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ നമുക്ക് പ്രധാനമായി IC എഞ്ചിൻസും പവർ പ്ലാന്റ്സും ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇവിടെ IC എഞ്ചിൻസ് നോക്കുവാണെങ്കിൽ അവിടെ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻസ് പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ഫങ്ഷൻസ്, ഫ്ലൈ വീൽ, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഓരോന്നിന്റെയും ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. പവർ പ്ലാന്റ്സ് വരുവാണെങ്കിൽ അതിൽ പവർ പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് ഡയഗ്രാം പഠിക്കാനുണ്ട്. സോ ഇതിന് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് ജെ ബെഞ്ചമിന്റെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് രാജേഷ് കുമാർ ആറിന്റെ ടെക്സ്റ്റ് ബുക്കും അത്യാവശ്യം ചില പോർഷൻസ് ഒക്കെ അതിൽ കവർ ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ മൊഡ്യൂൾ 1D ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്കഷൻ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പവർ, EMF, അങ്ങനെ ബേസിക് ടേംസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഓംസ് ലോയിൽ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്, ഓംസിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്, ചെറിയ പ്രോബ്ലംസ്, ഇലക്ട്രോമാഗ്നറ്റിസം, ജനറേഷൻ ഓഫ് AC ആൻഡ് DC സപ്ലൈ. സോ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അറിയാം ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ഓരോ പോർഷനും പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, പിന്നെ AC സർക്യൂട്ട് വിത്ത് RLC, ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്, ചെറിയ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. സോ ഇതിനെ പറ്റിയൊരു ടെക്സ്റ്റ് ബുക്ക് ബാബുജന്റെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. സോ മൊഡ്യൂൾ 1ൽ എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, LED വർക്കിംഗ്, കമ്പാരിസൺ ഓഫ് LED ആൻഡ് CFL ലൈറ്റ്നിങ്, പിന്നെ റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതിന്റെ ഡയഗ്രാം, പിന്നെ എന്താണ് SMPS, SMDS, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ആൻഡ് റിലേസ്, പിന്നെ മൈക്രോ കൺട്രോളർ, 8-bit മൈക്രോ കൺട്രോളറിന്റെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നും, മൊബൈൽ ടെക്നോളജിയിൽ CDMA ആൻഡ് GSM, പിന്നെ 2G 3G ടെക്നോളജി കമ്പാരിസൺ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഇൻവെർട്ടർ ആൻഡ് UPSും പിന്നെ HVACനെ കുറിച്ചിട്ടുമാണ്. സോ ഇതിനൊരൊറ്റ ടെക്സ്റ്റ് ബുക്കായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ആദ്യത്തെ ഒരു പോർഷൻ ബേസിക് ഇലക്ട്രോണിക്സ്, ആ ഒരു പോർഷൻ നമുക്ക് അനീഷ് P തങ്കച്ചന്റെ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. ആ ഒരു ഏരിയ കവർ ചെയ്യാൻ നമുക്ക് പറ്റും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി. നെക്സ്റ്റ് മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണ്. മൊഡ്യൂൾ 2ൽ മെയിൻലി നമ്മുടെ BTech ഇലക്ട്രോണിക്സ് പഠിച്ച കോർ സബ്ജക്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. സോ അവിടെ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, PN ജംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ, സെനർ ഡയോഡ് എന്താണ്, ടണൽ ഡയോഡ് എന്താണ്, പിന്നെ ട്രാൻസിസ്റ്ററിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. NPN PNP ട്രാൻസിസ്റ്റർ, അതുമാത്രമല്ല ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ, പിന്നെന്താണ് ബയസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്,
ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്, ഡിഫറെന്റ് കപ്ലിംഗ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. പിന്നെ എന്താണ് നമുക്ക് റെക്ടിഫയേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയർ. അതിനോടൊപ്പം തന്നെ ഫിൽറ്റേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് പവർ ആംപ്ലിഫയേഴ്സ്, അതിന്റെ ക്ലാസ്സസ്, ഫെറ്റ് ആംപ്ലിഫയേഴ്സ്, അതിൽ കോമൺ സോഴ്സ് ആൻഡ് കോമൺ ഡ്രെയിൻ കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്. പിന്നെ കാണുന്നത് ഫെറ്റും BJTയും കമ്പാരിസൺ, ആംപ്ലിഫയേഴ്സിന്റെ ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അത് പഠിക്കാനുണ്ട്. ഓസിലേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മൾട്ടി വൈബ്രേറ്റേഴ്സും ഷ്മിറ്റ് ട്രിഗർ എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യാനുണ്ട്. സോ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് റോബർട്ട് എൽ ബോൾസ്റ്റഡിന്റെ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്. സോ ഇവിടെ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് മുതൽ ഓസിലേറ്റേഴ്സ് വരെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. ഏകദേശം നമുക്ക് എന്ത് പറയാം, ട്രാൻസിസ്റ്ററിന്റെ ഏരിയ നമുക്ക് ഫുൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പൊ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു ഏരിയ പഠിക്കാൻ പറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓപ്പാം, എന്താണ് ഓപ്പാം, ഓപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ലീനിയർ ഓപ്പാം സർക്യൂട്ട്സും നോൺ ലീനിയർ ഓപ്പാം സർക്യൂട്ട്സ്, അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഫിൽറ്റേഴ്സ്, ബട്ടർവർത്ത് ചെബിഷേവ് ഫിൽറ്റേഴ്സ്, പിന്നെന്താണ് 555 ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഇന്റഗ്രേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് യൂസിങ് പാസീവ് ഡിവൈസസ്, മില്ലർ ബൂട്ട്സ്ട്രാപ്പ് സ്വീപ്പ് സർക്യൂട്ടിനെ പറ്റി, V2I and I2V കൺവേർട്ടർ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഈ ഒരു ഫുൾ സബ്ജക്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് റോയ് ചൗധരിയുടെ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ദെൻ പിന്നെ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നോക്കുവാണെങ്കിൽ അവിടെ നമ്പർ സിസ്റ്റം തുടങ്ങി ഫ്ലിപ്പ് ഫ്ലോപ്പ്, കെ മാപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ലോജിക് ഫാമിലീസ്, ഇൻവേർട്ടേഴ്സ്, ADC, DAC എല്ലാം പഠിക്കാനുണ്ട്. സോ ഇതിനൊരു ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏതെന്ന് വെച്ചാൽ ആനന്ദ് കുമാറിന്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ടെസ്റ്റ്. നല്ലൊരു ബുക്കാണ്. കാരണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും അതോട് ബേസ് ചെയ്ത ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ പിന്നെ മൈക്രോ പ്രോസസർ ആണ്. സോ മൈക്രോ പ്രോസസറിൽ 8086 ആർക്കിടെക്ചർ, അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്. സോ അവിടെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഒരുപാടുണ്ട് 8086ന്റെ. പിന്നെ അതുമായിട്ട് ബേസ് ചെയ്ത പ്രോഗ്രാംസ് പഠിക്കാനുണ്ട്, ഇന്ററപ്റ്റ്സ് ഉണ്ട്, പിന്നെ മാക്സിമം ആൻഡ് മിനിമം മോഡ് കോൺഫിഗറേഷൻ ഉണ്ട്. ഇതും കൂടാതെ ഇന്റർഫേസിംഗ് ചിപ്സ് പഠിക്കാനുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് 80286ഉം 80386ഉം നമുക്ക് അവിടെ കവർ ചെയ്യാനുണ്ട്. ദെൻ പിന്നെ മൈക്രോ കൺട്രോളറിൽ എടുക്കുവാണെങ്കിൽ 8051ന്റെ ആർക്കിടെക്ചർ, ഇന്ററപ്റ്റ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്സും പ്രോഗ്രാംസും നമുക്ക് അവിടെ കവർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു മൈക്രോ പ്രോസസർ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസർ. ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നല്ലൊരു ധനലക്ഷ്മി ആ ഒരു ഓതർ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കാരണം നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, നമുക്ക് ഇത് എന്താണ്, കാര്യം എന്താണെന്ന് മനസ്സിലാവും. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പല സബ്ജക്റ്റും ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു സിലബസ് ഇവിടെ. സോ ഫസ്റ്റ് നമുക്ക് സിഗ്നൽ ആൻഡ് സിസ്റ്റം ആണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, സിസ്റ്റംസ്, LTI സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നോയ്സസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സസ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്, ഷാനോൺ തിയറം അങ്ങനെ പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, വേവ് പ്രൊപ്പഗേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ അവിടെ നല്ലൊരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അവിടെ നമുക്ക് എന്താണ് DFT, പ്രോപ്പർട്ടീസ് ഓഫ് DFT, DFS, ഡെസിമേഷൻ ടൈം, ഫ്രീക്വൻസി അൽഗോരിതം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എല്ലാം പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആന്റിനയാണ്. ആന്റിനാസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിനാസ് പഠിക്കാനുണ്ട്. പിന്നെ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, അവിടെ ഇന്റർലേസ്ഡ് സ്കാനിങ് എന്താണ്, കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ്, ഓഡിയോ മോഡുലേഷൻ, പിക്ചർ ട്യൂബ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലിവിഷൻ ക്യാമറ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 3-4 മാർക്കിന് ചോദിക്കും ടെലിവിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ. പിന്നെ വരുന്ന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്,
അതിന്റെ ജനറേഷനും ഡിമോഡുലേഷനും ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്സ്, CDMA, TDMA, FDMA ഒക്കെ ബേസിക്സ്, എന്താണ് GSM, GPRS, ബ്ലൂടൂത്ത്, ഇതിന്റെയൊക്കെ ബേസിക്സ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോവേവ് ഡിവൈസ് ആണ്. അവിടെ നമുക്ക് ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, TWT, SWR, ഇമ്പാക്ട് റപ്പാഡ് ഡയോഡ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിന്റെ എഫിഷ്യൻസി എല്ലാം പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന റഡാർ ആണ്. റഡാറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റഡാർ, അതിന്റെ ഓപ്പറേഷൻ, പിന്നെന്താ റഡാർ റേഞ്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് GPS. സോ ഇവിടെ സിഗ്നൽ ആൻഡ് സിസ്റ്റം, DSP ഒക്കെ നമുക്ക് രമേശ് ബാബുവിന്റെ ടെസ്റ്റ് നല്ലതാണ്. പിന്നെ മൈക്രോവേവ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്, സാമുവൽ ലിയാവോയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ നമുക്ക് എല്ലാം കവർ ചെയ്യും. ഈ ഒരു പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നെക്സ്റ്റ് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ പവർ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ മെഷറിംഗ് എക്യുപ്മെന്റ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അത് നോക്കുക. ഇപ്പൊ പവർ ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഡോക്ടർ PS ബിംബ്രയുടെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ബാക്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. ദെൻ പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കൺട്രോൾ സിസ്റ്റം. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാം, സ്റ്റഡി സ്റ്റേറ്റ് എറർ, റൂത്ത് ആൻഡ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ, ബോർഡ് പ്ലോട്ട്, റൂട്ട് ലോക്കസ്, state space model, then state transition metrics, controllability and observability. So ഇത് ഇത്രയാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പോർഷൻസ്. സോ ഇതിനെ പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് നഗൂർ കനിയുടെ. അപ്പൊ ഇത്രയാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എക്സാമിന്റെ സിലബസ്. സോ ഈ ഒരു സിലബസും ഇക്കഴിഞ്ഞ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ സിലബസും കമ്പയർ ചെയ്താൽ അഡീഷണൽ ആയിട്ട് വരുന്നത് കൺട്രോൾ സിസ്റ്റം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഈ ഒരു സിലബസ് ബേസ്ഡ് വീഡിയോസ് ഈ ചാനലിൽ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.